കൂസലുമില്ലാതെ ലെക്ചർ സ്റ്റാൻഡിലേക്ക് നടന്നു വന്നു. ഫയൽ മേശപ്പുറത്തേക്ക് ഒറ്റയേറായിരുന്നു. എന്നിട്ട് നേരെ നോക്കിയത് റാഹേലിന്റെ മുഖത്തേക്കാണ്. അവളും ഒട്ടും കുറച്ചില്ല. നോക്കി പേടിപ്പിക്കേണ്ട എന്ന മട്ടി നെഞ്ചു വിരിച്ച് നേരെ നോക്കി. ഗുഡ് മോർണിംഗ്, ഞാൻ ഇസഹാക്ക്. ഡൽഹിയിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിസർച്ച് കഴിഞ്ഞ് വരുന്ന വഴിയാ. ഇനി മുതൽ നിങ്ങളുടെ കെമിസ്ട്രി പ്രൊഫസറാണ്. ക്ലാസ്സിൽ അനാവശ്യ ജാടയും തള്ളം കാണിക്കുന്നവരെ എനിക്ക് പണ്ടേ പിടിക്കില്ല. ചെവിയിൽ തൂക്കി ഞാൻ പുറത്തെറിയും. അവൻ റാഹേലിനെ മാത്രം നോക്കി ഒരു പ്രത്യേക ടോണിൽ അത് പറഞ്ഞു. അവൻ പറഞ്ഞത് റാഹേലിനെ കൃത്യമായി കൊണ്ടു. അവൾ അനഘയുടെ കാതിൽ ഒച്ച കുറച്ച് പറഞ്ഞു. അംബേദ്കർ യൂണിവേഴ്സിറ്റി പോലും, അത് ഇസഹാക്ക്. അവിടുത്തെ വെള്ളമടിച്ചതിന്റെ ഹാങ് ഓവർ തീർക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുക കാലമാടൻ. പക്ഷെ ഇസഹാക്കിന്റെ കാത് ഭയങ്കര ഷാർപ്പായിരുന്നു. അവൻ പെട്ടെന്ന് നടത്തം നിർത്തി. സാവധാനം റാഹേലിന്റെ ബെഞ്ചിന് മുന്നിലേക്ക് നടന്നു വന്നു. എന്നിട്ട് ഡെസ്കിൽ 2 കൈയും കുത്തി അവളിലേക്ക് മുഖം അടുപ്പിച്ച് നിന്നു. ചിലർക്ക് ഡൽഹി എന്ന് കേട്ടപ്പോൾ ഭയങ്കര പുച്ഛം തോന്നുന്നുണ്ടല്ലോ, അല്ലേ മിലാന റാഹേൽ മാത്യു? അവൻ അവളുടെ ID കാർഡിലേക്ക് നോക്കി കണ്ണ് ചെറുതാക്കി ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സാറേ. ഇവിടെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് കുറ്റമാണോ? റാഹേൽ ഒരു ടോം ആൻഡ് ജെറി സ്റ്റൈലിൽ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. സംസാരിക്കുന്നത് കുറ്റമല്ല, പക്ഷെ കുശുകുശുപ്പ് എനിക്കിഷ്ടമല്ല. രാവിലെ റോഡിൽ വെച്ച് തന്ന അതേ മുന്നറിയിപ്പ് ഞാൻ ഇപ്പോഴും തരുന്നു. റോഡിലെ നിന്റെ തന്തയിടം എന്റെ ക്ലാസ്സിൽ എടുത്താൽ ഈ ഇസഹാക്ക് ആരാണെന്ന് നീ അറിയും. ഇന്റേണൽ മാർക്കിന്റെ പേപ്പർ എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവൻ ശബ്ദം താഴ്ത്തി കടുപ്പിച്ച് പറഞ്ഞു. മാർക്ക് കാണിച്ചെന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട സാറേ. തോൽപ്പിക്കാനാണെങ്കിൽ ഇപ്പൊ തന്നെ തോൽപ്പിക്ക്. അല്ലാതെ ഈ ബ്ലാക്ക് മെയിലൊന്നും എന്റെ അടുത്ത് വില പോകില്ല. എനിക്ക് തരാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ. റാഹേലും ഒട്ടും വിട്ടുകൊടുക്കാതെ സീറ്റിൽ നിന്ന് അല്പം മുന്നോട്ടാഞ്ഞ് അവന് നേരെ ചീറി. 2 പോരുകോഴികൾ നേർക്കുനേരെ നിന്ന് കൊത്താൻ നിൽക്കുന്നത് പോലെയായിരുന്നു ആ സീൻ. അടുത്തുള്ള അനഘയും പേടിച്ച് ശ്വാസം അടക്കി പിടിച്ചു. ക്ലാസ്സിലെ മറ്റു പിള്ളേരും ഇവരുടെ ഈഗോ ഫൈറ്റ് കണ്ടു വായും പൊളിച്ചു നിന്നു. ഡാ മോനെ രാഹുല്, നീ ഇത് കണ്ടോ? ഇതുവരെ ഇവളുടെ മുമ്പിൽ നമ്മൾ എല്ലാവരും വാല് മുറിച്ച് നിന്നിട്ടേ ഉള്ളൂ. ഇത് കളി മാറുന്ന ലക്ഷണമാ. ഒന്ന് മിണ്ടാതിരിക്കാൻ നോക്ക്, അല്ലെങ്കിൽ തന്നെ അങ്ങേര് കട്ടക്കലിപ്പനും. അതുമാത്രമോ, കോളേജിലെ മാനേജ്മെന്റിൽ വരെ പിടിയുള്ള സാധനമാ. ഇനി ഈ കലിപ്പ് നമ്മളോടെങ്ങാനും തീർത്താൽ പണി പാളും മോനെ. 2 ചെലക്കാതിരിക്കാൻ നോക്ക്. അവർ തമ്മിൽ തല്ലി തീരുമോ തീരാതിരിക്കുക എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ബാൽക്കണിയിലിരുന്ന് കളി കാണാം. അത് പോരെ? റാഹേൽ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഇത്ര ആകാംക്ഷ. എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നറിയാൻ. കാരണം ആമ്പിള്ളാരെ ആരെയും തന്റെ അടുത്ത് അടുപ്പിക്കാത്ത അഹങ്കാരി, അതാണ് അവൾ. ഇസഹാക്ക് പെട്ടെന്ന് ഒരു വന്യമായ ചിരി ചിരിച്ചു. എന്നിട്ട് തിരിഞ്ഞു നടന്ന് ബ്ലാക്ക് ബോർഡിന് മുന്നിൽ നിന്നു. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാവരും ബുക്ക് എടുത്തേ. ആദ്യത്തെ ചോദ്യം നമ്മുടെ ഗ്രേറ്റ് തന്തേടിയായ മിലാനയോട് തന്നെ ആകട്ടെ. കെമിക്കൽ ബോണ്ടിങ് എന്നാൽ എന്താണ്? ഒന്ന് എഴുന്നേറ്റ് നിന്ന് വിശദീകരിക്കും മോളെ. അവൻ മോളെ എന്ന് വിളിച്ചപ്പോൾ റാഹേലിന് ചോര തിളച്ചു മറിഞ്ഞു. അവൾ ബെഞ്ചിൽ കൈകൊത്തി ആഞ്ഞെഴുന്നേറ്റ് നിന്നു. എനിക്കറിയില്ല സാറേ, അവൾ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോഴും അവന് മുന്നിൽ തോറ്റുകൊടുക്കില്ല എന്ന വാശിയായിരുന്നു അവളിൽ മൊത്തം. അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു തരാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ക്ലാസ് കഴിയുന്നത് വരെ നീ അവിടെ അങ്ങനെ തന്നെ നിൽക്ക്. ഇതാണ് ഈ ഇസഹാക്കിന്റെ വക ആദ്യത്തെ സമ്മാനം, എന്റെ പൊന്നു മോൾക്ക്. അവൻ ചോക്ക് കയ്യിലെടുത്തുകൊണ്ട് വിക്ടറി ചിരിയോടെ പറഞ്ഞു. റാഹേൽ മനസ്സിൽ പല്ലിരുമി വിചാരിച്ചു. എട കള്ളപ്പൂച്ചെ, എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താൻ നോക്കുകയാണല്ലേ? നിന്റെ ക്ലാസ്സിൽ ഞാൻ ഇനി പണി തരുന്നുണ്ട്, നോക്കിക്കോ. നീ അങ്ങനെ പിള്ളേരുടെ മുന്നിൽ സ്റ്റാർ ആകാം എന്ന് വിചാരിക്കേണ്ട. ഈ റാഹേൽ അതിന് സമ്മതിക്കില്ലട കാട്ടുമാക്കാനെ. അങ്ങനെ 2 പേരും ആദ്യ റൗണ്ടിൽ തന്നെ കട്ടയ്ക്ക് നിന്നു. ഇസഹാക്ക് തിരിഞ്ഞ് ബോർഡിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ റാഹേൽ അവനെ നോക്കി ഒരു കൊലവിളി ലുക്ക് പാസാക്കി സാവധാനം ബെഞ്ചിലേക്ക് ഇരുന്നു. അവളുടെ മുഖത്ത് അപ്പോൾ ഒരു പുച്ഛച്ചിരിയായിരുന്നു. അതിന് പുറകെ തന്നെ അനഘ അവളുടെ ചുരിദാറിന്റെ തുമ്പി പിടിച്ചു വലിച്ചു. ഡി റാഹേലെ, പുള്ളി നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്? നീ ഇരുന്നോ, സാറ് കണ്ട സീനാകും. അവൻ അവിടെ കിടന്ന് എഴുതുവല്ലേടി, എനിക്ക് നിൽക്കാൻ സൗകര്യമില്ല. റാഹേൽ താടിക്ക് കയ്യും കൊടുത്ത് ഒട്ടും കൂസലില്ലാതിരുന്നു. എടാ അത് നോക്കിയേ, അവൾ ഇരുന്നു. ഇന്നിവിടെ വല്ലതും നടക്കും. അവളുടെ അഹങ്കാരം ഇന്ന് തീരും മോനെ. നമ്മളോടൊക്കെ തുള്ളും പോലെയാണെന്ന ആ മോളുടെ വിചാരം. ക്ലാസ്സിൽ മൊത്തം ഇതൊരു കുശികുശിപ്പായി നിന്നു.
പക്ഷെ ഇസഹാക്കിന് പുറകിലെ കണ്ണുണ്ടായിരുന്നു. അവൻ തിരിയാതെ തന്നെ ചോക്ക് ബോർഡിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല മിലാന, എഴുന്നേറ്റ് നിൽക്കാൻ തന്നെയാ പറഞ്ഞത്. വേണമെങ്കിൽ ഡെസ്കിന്റെ മുകളിൽ കയറ്റി നിർത്താനും എനിക്കറിയാം. അത് കേട്ടപ്പോ തന്നെ ക്ലാസ്സിൽ വീണ്ടും ചിരി ഉയർന്നു. റാഹേൽ നാണക്കിട്ട് പല്ലിരുമി വീണ്ടും എഴുന്നേറ്റ് നിന്നു. അവളുടെ ഉള്ളിലെ പ്രതികാര ബുദ്ധി അപ്പോഴേക്കും 100 വോൾട്ട് പവറിൽ ഉണർന്നിരുന്നു. ഇവന് ഞാനിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ മിലാന റാഹേൽ മാത്യു അല്ല, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്താ അവിടെ? ഇസഹാക്കിന്റെ ഒറ്റ ചോദ്യം ക്ലാസ് വീണ്ടും സൈലന്റ് ആയി. അപ്പോഴാണ് ഇസഹാക്ക് ബോർഡിൽ വലിയ അക്ഷരത്തിൽ ഓർഗാനിക് കെമിസ്ട്രി എന്നെഴുതിയത്. എന്നിട്ട് കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു. കർത്താവെ, ഇങ്ങനെയൊന്നും മൊത്തത്തിൽ പൊളിച്ചെടുക്കുമല്ലോ. ഓർഗാനിക് കെമിസ്ട്രി കോടച്ചക്രം, ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഗാംഭീര്യത്തോടെ ഇസഹാക്കിന്റെ ശബ്ദം അവിടെ ഉയർന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും പ്രധാനം കാർബൺ ആറ്റങ്ങളുടെ ബോണ്ടിങ് ആണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ ചില ആളുകൾ തമ്മിലുള്ള ബോണ്ടിങ് പോലെ ഒട്ടും ചേരില്ലെന്ന് തോന്നുമെങ്കിലും അവർ എപ്പോഴും ഒന്നിച്ചൊരേ ചെയിനിൽ തന്നെ കിടക്കും. അവൻ റാഹേലിനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അവൾ ഒരു കള്ളച്ചിരിയുടെ മേശപ്പുറത്തിരുന്ന അവളുടെ പേനയുടെ ക്യാപ്പ് സാവധാനം താഴേക്കിട്ടു. അത് ഉരുണ്ടുരുണ്ട് നേരെ പോയത് ഇസഹാക്കിന്റെ ഷൂവിന്റെ തൊട്ടടുത്താണ്. അയ്യോ സാറേ, എന്റെ പേനയുടെ മൂടി താഴെ പോയി, അതൊന്ന് എടുത്തു തരുവോ? വളരെ വിനയത്തോടെ ഒരു പാവം കുട്ടിയെ പോലെ റാഹേൽ ചോദിച്ചു. രാഗിയും അനഘയും ഞെട്ടി അവളെ നോക്കി. ഇവൾ ഇതെന്ത് ഭാവമാണെന്ന മട്ടിൽ ക്ലാസ് ആകെ സൈലന്റ് ആയി. ഇസഹാക്ക് ഒരു നിമിഷം പേനയുടെ ക്യാപ്പിലേക്കും പിന്നെ റാഹേലിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ കള്ളത്തരം അവൻ കൃത്യമായി വായിച്ചെടുത്തു. പിന്നെന്താ മോളെ, സാർ എടുത്തു തരാമല്ലോ. ഇസഹാക്ക് ഒരു കള്ളച്ചിരിയുടെ താഴേക്ക് കുനിഞ്ഞു. അവൻ കുനിഞ്ഞ ആ മില്ലി സെക്കൻഡിൽ റാഹേൽ അവളുടെ കാലുകൊണ്ട് ഡെസ്കിന്റെ അടിയിലൂടെ സാവധാനം ഇസഹാക്കിന്റെ ഷൂവിന്റെ ലേസിൽ ചവിട്ടി പിടിച്ചു. അവന്റെ ലേസ് അയഞ്ഞു താഴെ വീഴട്ടെ എന്ന് കരുതിയാണ് അവൾ അത് ചെയ്തത്. പക്ഷെ ഇസഹാക്ക് ലണ്ടൻ റിട്ടയർഡ് ചാണക്യനായിരുന്നു. അവൾ കാൽ നീട്ടുന്നത് കണ്ടപ്പോഴേ അവൻ കാര്യം മനസ്സിലാക്കി. ഓരോ സൈഡിലേക്ക് മാറി. എന്നിട്ട് അവൻ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിന് പകരം റാഹേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പണി തിരിച്ചു കൊടുത്തു. മോളെ റാഹേലെ, നീ നമ്പർ പഠിച്ച കോളേജിൽ നിന്ന് PhD കഴിഞ്ഞ് ഇറങ്ങി വന്നവനാ ഞാൻ. എന്നോട് തന്നെ വേണം നിന്റെ ഉഡായിപ്പ്. അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് കുനിഞ്ഞ് വശത്തിൽ നിന്ന് റാഹേലിന്റെ ബെഞ്ചിന്റെ അടിയിലുണ്ടായിരുന്ന അവളുടെ ബാഗിന്റെ സ്ക്രാപ്പിൽ തന്റെ ഷൂവിന്റെ അഗ്രം കൊണ്ട് ഒറ്റ വലി വെച്ചു കൊടുത്തു. പെട്ടെന്നുള്ള ആ വലിയിൽ ബാഗ് തെന്നി മാറി. അതിന്റെ കൂടെ ബാലൻസ് തെറ്റിയ റാഹേൽ അമ്മച്ചിയെ എന്ന നിലവിളിച്ചുകൊണ്ട് നേരെ മുന്നിലെ ഡെസ്കിലേക്ക് ആഞ്ഞു വീണു. വലിയൊരു ശബ്ദത്തോടെ അവളുടെ കൈകൾ ഡെസ്കിൽ അടിച്ചു. ക്ലാസ് റൂം മൊത്തം തരിച്ചു പോയിരുന്നു. ഇസഹാക്ക് വളരെ മാന്യമായി എഴുന്നേറ്റ് നിന്നു. അവന്റെ കയ്യിൽ റാഹേലിന്റെ പേനയുടെ ക്യാപ്പ് ഉണ്ടായിരുന്നു. അവൻ അത് അവളുടെ ഡെസ്കിലേക്ക് വെച്ചു കൊടുത്തു. നോക്കി നിൽക്കണ്ടേ മിലാന, ബോണ്ടിങ് സ്ട്രോങ് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. വീഴാതെ നിൽക്കാൻ പഠിക്കണം. അവൻ ശബ്ദം താഴ്ത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ആ വശ്യമായ ചിരി പാസാക്കി. റാഹേൽ വേദനയുടെ കൈ തിരുമ്മി അവനെ നോക്കി. അവളുടെ കണ്ണിൽ നിന്ന് ഇപ്പോൾ തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. ടോം ഒപ്പിച്ച പണി ജെറി ദയനീയമായി വീണുപോയ അവസ്ഥ. സോറി ഗേസ്, ചെറിയൊരു ഡിസ്റ്റർബൻസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇസഹാക്ക് കൂളായി ചോക്കുമെടുത്ത് ബോർഡിലേക്ക് തിരിഞ്ഞു. റാഹേൽ മനസ്സിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കാലമാടാ, നീ എന്നെ വീഴ്ത്തിയല്ലേ? ഇതിനുള്ളത് ഞാൻ അടുത്ത പ്രാക്ടിക്കൽ ക്ലാസ്സിൽ തന്നിരിക്കും. ആസിഡ് എടുത്ത് നിന്റെ തലയെ ഒഴിച്ചില്ലെങ്കിൽ ഞാൻ ഈ കോളേജിൽ പഠിത്തം നിർത്തും. നോക്കിക്കോ, റാഹേലാണ് പറയുന്നത്. നമുക്കിനിയൊന്ന് ഈ കാന്താരിയെ പരിചയപ്പെടാം. അല്ലാതെ മുന്നോട്ട് പോയിട്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ. സ്നേഹവും ഐക്യവും നിറഞ്ഞ സൗമ്യവും കരുതലുള്ളവളും എന്ന അർത്ഥത്തിലാണ് മാത്യു ഭാര്യ കത്രീനയും ഒരേ ഒരു മകൾക്ക് മിലാന റാഹേൽ മാത്യു എന്ന പേര് നൽകിയത്. കുടമുള്ളൂർ പള്ളിക്ക് സമീപമാണ് പാലപ്പറമ്പിൽ എന്ന മാത്യു അച്ഛന്റെ വീട്. പാലാ നസ്രാണികളായിരുന്നു. അവിടെ നിന്നും ഇവിടേക്ക് കുടിയേറി താമസിച്ചിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. മാത്യു ഒരു KSRTC ബസ് ഡ്രൈവറാണ്. ഭാര്യ കത്രീന ഭർത്താവിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി കുടുംബത്തിൽ അങ്ങ് ചേർന്നുപോയി. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലായിരുന്ന രണ്ടുപേർക്കും കുടമാളൂർ പള്ളിയിൽ ദുഃഖവെള്ളി കള്ള് നേർച്ചയും അൽഹോൾ സമയം കണ്ടിട്ട് കിട്ടിയ പൊന്നോമനയാണ് മിലാന എന്ന മിലി.
ഒറ്റ മകളായതുകൊണ്ട് തന്നെ അപ്പൻ താലോലിച്ച് ഒരാൺകുട്ടിയെ പോലെയാണ് അവളെ വളർത്തിയത്. ആരെങ്കിലും ആരാടി എന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ട്. മോളെ ജാനി, നീ എനിക്ക് കൂടുതൽ ഇൻട്രോ ഒന്നും തരണ്ട. ഇതെന്റെ കഥയാണ്, അതുകൊണ്ട് എന്റെ ഇൻട്രോ പറയാൻ ഞാൻ ഇവിടെ ഉണ്ട്. മിലാന റാഹേൽ മാത്യു എന്ന എന്റെ സ്വന്തം കഥ. നിങ്ങൾ സിനിമയിലും സീരിയലും കാണുന്ന ഹീറോ സൈസ് വെളുത്തു തുടുത്ത സുന്ദരി ഒന്നുമല്ല ഞാൻ. എന്ന് വെച്ച് ഞാൻ അത്ര മോശമൊന്നുമല്ല. 5 അടി പൊക്കത്തിൽ 50 കിലോ ഭാരത്തിൽ അത്യാവശ്യം വെളുത്ത ഒരു സാധാരണ പെണ്ണ്, അതാണ് ഞാൻ. പിന്നെ കഥകളിലൊക്കെ പറയും പോലെ പനകുല മുടിയൊന്നും എനിക്കില്ല. എന്നാൽ നിതംബം കഴിഞ്ഞു കിടക്കുന്ന മുടി എനിക്കുമുണ്ട്. പേടമ്മാന്റെ കണ്ണൊന്നുമില്ലെങ്കിലും അത്യാവശ്യത്തിന് കൺമഷിയും ഐലൈനറും ഒക്കെ എഴുതി കറപ്പിക്കുന്ന കാപ്പി കണ്ണുകൾ എനിക്കുമുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് മിലാന റാഹേൽ എന്ന എന്റെ കാട്ടുമാക്കൻ ഇസ്ഹാഖ് അലി മൈക്കിൾ അവന്റെ കഥയാണ്. പിന്നെ എന്റെ ബലം, എന്റെ ശക്തി അതെന്റെ അപ്പനും അമ്മയും എന്റെ ചങ്കും കരളും ഒക്കെയാണ്. എന്റെ ചങ്ക് അതാണ് അനഘേസ് നമ്പൂതിരി. ആളൊരു പാവം അമ്പലവാസി കൊച്ചാണ്. അമ്പലം വീട് ഇതാണ് ആളുടെ ഒരു ലൈൻ. പിന്നെ എന്റെ കൂടെ കൂടിയതിൽ പിന്നെ ഇച്ചിരി എരിവും പുളിയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി കരൽ, അതാണ് എന്റെ ഉമ്മുക്കുലുസു. അവളാണ് എന്റെ ഗൽബിലെ റാണി. എന്റെ പൊന്നോ, ആളുടെ ആ തട്ടമൊക്കെ ഇട്ടൊരു വരവുണ്ട്. പിന്നെ ചുറ്റുമുള്ളത് ഒന്നും കാണൂല. പെണ്ണിന്റെ മൊഞ്ച് അതാണ്.